ഞാൻ മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ള ഒരാളാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ബിജെപിയുടെ ഭീഷണിയല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള നിസ്സംഗതയല്ല. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ബലപേശൽ ശക്തിയും ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥയുണ്ട്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട്, സാമൂഹികമായിട്ട്, സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെ അറിയുന്നത്. ഇതാണ് സത്യത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാധീനത. അതുപോലൊരു പരാധീനത സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിനില്ല. അതിന്റെ ഒരു പ്രധാന കാരണം ഇവിടെ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമായ വിലപേശൽ ശക്തിയുണ്ട്, പൊളിറ്റിക്കൽ ബാർഗൈനിങ് പവർ ഉണ്ട്. അത് ഉണ്ടായതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അതുപോലെ വിദ്യാഭ്യാസപരമായ പുരോഗതി മുസ്ലിം സമുദായത്തിന് സമ്മാനിച്ചതിൽ ഒരു പ്രധാന പങ്ക്, പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറയുന്നു, പ്രധാന പങ്ക് മുസ്ലിം ലീഗിനുണ്ട്. കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളിയ മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് അതിന്റെ അനിശ്ചിത നേതാവായിരുന്ന CH മുഹമ്മദ് കോയ, അവരുടെ പ്രവർത്തന ഫലമായിട്ട് മലബാർ ഭാഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് ഉയർന്നു വരിക, മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും സ്ഥാപനങ്ങൾ ഉണ്ടായി. അതുപോലെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാമുഖ്യം നൽകുകയും ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടായി. സാമ്പത്തികവും സാമൂഹികവുമായ വലിയ മുന്നേറ്റം സമുദായത്തിനുണ്ടായി. അപ്പൊ ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിലെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗ് വഹിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ അഴിമതിയോടും മറ്റു കാര്യങ്ങളോടും ഒക്കെ വലിയ എതിർപ്പുള്ള ആളുണ്ട്. അംഗീകരിക്കാൻ പറ്റും. ഒറ്റ കാര്യം കൂടി പറയാം. മുസ്ലിം ലീഗിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നു. മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ഒരു സംഭാവന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുമല്ല, വേറൊന്നാണ്. അതെന്ന് വെച്ചാൽ ഒരു വർഗീയ പാർട്ടിയല്ല മുസ്ലിം ലീഗ്, ഒരു സാമുദായിക പാർട്ടിയാണ്. സമുദായത്തിന് വേണ്ടി വിലപേശുന്ന ഒരു പാർട്ടിയാണെങ്കിൽ പോലും മിതവാദ സമീപനം പുലർത്തുന്ന ഒരു സാമുദായിക പാർട്ടി എന്ന നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഈ പാർട്ടിക്ക് ഒരു വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നോക്കാം. മറ്റു പല സംസ്ഥാനങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പോലെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ന്യൂനപക്ഷത്തിന്റെയും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ അപകടം ഒഴിവാക്കിയത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് മുസ്ലിം ലീഗുകാരുടെ മാത്രം ആവശ്യമല്ല, പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ്.